ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലത്തെ കുറച്ച് കാഴ്ചകളാണ് കാണാൻ വീഡിയോയിലുള്ളത്. ആദ്യം വിളക്ക് കത്തിക്കുകയാണ്. അമ്മയാണ് വിളക്ക് കത്തിക്കുന്നത്. അമ്മയുടെ ഒരു ഡെയിലി റൊട്ടീനാണ് വിളക്ക് കത്തിപ്പ്. അതെങ്ങനെയാണ് നല്ലതല്ലേ, രാവിലെ ഇങ്ങനെ വിളക്ക് കത്തിക്കുമ്പോൾ നല്ല പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. അമ്മയ്ക്കെന്നും വിളക്ക് കത്തിച്ചിട്ട് അമ്മ ഒരു ദിവസം തുടങ്ങാറുള്ളൂ. അങ്ങനെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് ഇപ്പം ഞാനും കൂടെ ഇന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ വീഡിയോ എന്തിനാണ് എടുത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ വെളിയിലൊരു വിളിയായിട്ട് ഓടി വന്നതാണ്, പക്ഷേ അവിടെ ആരുമില്ലായിരുന്നു. അങ്ങനെ പിന്നെ കട്ടന് വെള്ളം വെച്ചു, തേയിലയിട്ട് പിന്നെ ഏലക്ക ഇട്ടു. ഇവിടെ കട്ടന് ഏലക്ക ഇടും, എനിക്കിഷ്ടമാണ് ഏലക്ക. പിന്നെ പഞ്ചസാര ഇട്ടു, അത് അരിച്ചൊഴിച്ച് ഞങ്ങൾക്ക് കുടിക്കാനുള്ള കപ്പിലോട്ട് മാറ്റി. പിന്നെ 2 ഗ്ലാസ് ഉണ്ട്, 1 ഗ്ലാസ് എൻ്റെ, 1 ഗ്ലാസ് അമ്മയ്ക്കും. അങ്ങനെ അതിലോട്ടൊഴിച്ച് ഒരു 2 പേർക്കുള്ള കട്ടൻ. അങ്ങനെ ഇവിടെ കട്ടൻ ശീലമുള്ള ആരെങ്കിലും ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് കട്ടൻ ഇഷ്ടമല്ല, ചായയാണ് എൻ്റേത്. എനിക്ക് ചായയാണ് കൂടുതൽ ഇഷ്ടം. എന്ന് കട്ടൻ ഇട്ട് തന്നു അമ്മ. തിളച്ച കട്ടൻ ഊതി കുടിക്കാത്ത ഗുപ്തനെയാണ് നിങ്ങൾ കാണുന്നത്. എങ്ങനെ ചായ കൊണ്ട് കൊടുത്താലും അമ്മ കുടിച്ചോളും, തിളച്ചതാണെങ്കിലും കുടിച്ചോളും. അത് കഴിഞ്ഞ് പിന്നെ ദോശയാണ് ഇന്നത്തെ കാപ്പി. ദോശയ്ക്ക് അമ്മ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി സെറ്റാക്കുവാണ്. നമുക്ക് കഴിക്കാനുള്ള ദോശമാവ് റെഡിയാക്കുവാണ്. എല്ലാം റെഡിയാക്കി ഇനി ഉപ്പിട്ട് സെറ്റാക്കുവാണ്. ഇങ്ങനെ നന്നായിട്ട് മിക്സൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് എനിക്ക് തണുത്ത വെള്ളം തരത്തില്ല. അമ്മ വെള്ളം ചൂടാക്കാനായിട്ട് വച്ചു. എനിക്ക് ചൂടുള്ളേ തരുള്ളൂ, തണുത്ത വെള്ളം കുടിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോഴാണ് വീണ്ടും ഏലക്ക ഇടാൻ മറന്ന വിവരം അറിഞ്ഞത്. എനിക്ക് ഏലക്ക ഒരു വീക്ക്നെസ്സാണ്. ഏലക്ക വെള്ളത്തിലിട്ടു, പിന്നെയും അടച്ചു. അത് കഴിഞ്ഞ് അമ്മ തേങ്ങ പൊട്ടിക്കുവാണ്. തേങ്ങ പൊട്ടിച്ചപ്പോൾ ഞാൻ കരുതി എനിക്കിപ്പോൾ വെള്ളം തരും എന്ന് കരുതി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് അമ്മ ആ വെള്ളം അങ്ങ് കുടിച്ചത്. കൊള്ളാം. അങ്ങനെ അമ്മ തേങ്ങ ചിരകാനായിട്ടിരുന്നു. ഈ ഒരു ചിരവന ഇവിടെ വന്നതിന് ശേഷമാണ് കണ്ടത്. ഇത് പണ്ട് തൊട്ടേ അമ്മയുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്ന ചിരവയാണെന്ന് വെച്ചാൽ അമ്മയുടെ കൊച്ചിലെ തൊട്ടേ അവരുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ചിരവയെന്നാണ് പറഞ്ഞത്. അങ്ങനെ അമ്മയ്ക്കെതിരെ ചിരകിയാലേ ഒരു വാക്കുള്ളൂ എന്നാണ് അമ്മ പറയുന്നത്. പിന്നെ ചമ്മന്തിക്കരയ്ക്കാനുള്ള അരപ്പൊക്കെ സെറ്റ്, ചമ്മന്തിക്കരയ്ക്കാനുള്ള അരപ്പിന് വേണ്ടി നമ്മളെല്ലാം റെഡിയാക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ കടുക് വറുക്കാനുള്ള മുളകൊക്കെ ഇട്ട് ചമ്മന്തിക്ക് അങ്ങനെ കടുക് വറുക്കാനായിട്ട് നമ്മൾ ഇനി അടുത്ത മറ്റേ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ചമ്മന്തി വളരെ സിമ്പിളായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അങ്ങനെ അപ്പം അമ്മ അരപ്പൊക്കെ ഒഴിച്ച് കടുകൊക്കെ വറുത്ത് സെറ്റാക്കി. അങ്ങനെ ചമ്മന്തി ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഉപ്പിടുന്ന കാണിച്ചിട്ടില്ല, ഉപ്പ് ശരിക്കും ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡിയായി. അടുത്ത ഇനി നമ്മുടെ ദോശയ്ക്ക് കല്ല് സെറ്റാക്കി എണ്ണയൊക്കെ തേച്ചമ്മ റെഡിയാക്കുവാണ്. ഇതാണ് അമ്മയുടെ ദോശക്കല്ല്. അമ്മയ്ക്ക് നോൺ സ്റ്റിക്കിലെ പാനൊന്നും ദോശ ചുട്ടാൽ അമ്മയ്ക്ക് പറയാം, അമ്മയ്ക്ക് ദോശക്കല്ലിൽ ദോശ ചുട്ടാൽ ശരിയാവും. അത് കഴിഞ്ഞ് അമ്മ ദോശയ്ക്കുള്ള മാവൊഴിച്ച് മാവൊഴിക്കുന്ന ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അത് കഴിഞ്ഞ് ദോശ ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ സാധാ ദോശ ഉണ്ടാക്കുന്ന പരുവോ അത് തന്നെ. അത് തിരിച്ചിടുന്ന വീഡിയോ കിട്ടിയില്ല. അപ്പോൾ സ്വന്തമായിട്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് കഴിച്ച് നിർവൃതി അടയുന്ന ഒരാളെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ചുമ്മാതാ, ഞാനും എൻ്റെ അപ്പുറത്തുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.